ഇന്ന് ഈ അയലമീൻ വെച്ചിട്ട് കുറച്ച് മാത്രം തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറിയാണേ. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഒരു മൺചട്ടിയിൽ അരച്ചെടുത്തതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പുളിക്ക് ആവശ്യമായ കുടംപുളിയും ചേർത്ത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൂടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും ഇട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തവി കൊണ്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി ഇത് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയ്ക്കൊന്നും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളകിന് പകരം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ മതി.